ഒരു പച്ചക്കറിയുള്ള മുണ്ടും നേരിയതുമെടുത്തു പാർവണ. ഒരു കുഞ്ഞി പൊട്ടും കുത്തി. അത്രയും മതിയായിരുന്നു ആ മുഖത്തിന്. പക്ഷെ വിടർന്ന ചിന്താമര കണ്ണുകളിൽ മാത്രം വിഷാദം മുറ്റിനിന്നു. അവൻ അറിയാതിരിക്കാൻ മുഖത്തൊരു ഗൗരവത്തിൻ്റെ മുഖംമൂടിയും ധരിച്ചു അവൾ. കുഞ്ഞിനെയും ഒരുക്കി ജെനിക്ക് അരികിലെത്തി. പോകാം എന്ന് പറഞ്ഞ് മുന്നിൽ വന്നവളെ നോക്കി നോവോട് ജെനി തലയാട്ടി. അന്നപ്പച്ചേടത്തെയും കൂടെ കൂട്ടി. രാജൻ ചേട്ടൻ്റെ കാറിൽ അവൾ മെല്ലെ നീങ്ങി. പാർവണ ജെനിയുടെ പുറകിലെ ആ വലിയ വീടിൻ്റെ അകത്തേക്ക് കയറി. ഗായത്രി വിവാഹവേഷത്തിൽ നിൽക്കുന്നത് കണ്ടു. നിറപറയിൽ നിറച്ച നെല്ലിൽ കുത്തി നിർത്തിയ തെങ്ങിൻ പൂക്കുലയും 5 തിരിയിട്ട് നിലവിളക്കും പാർവണ നോക്കിക്കണ്ടു. നിലവിളക്കിനേക്കാൾ ശോഭയിൽ തിളങ്ങുന്ന ഗായത്രിയുടെ മുഖവും. ഗൗരിയമ്മ ഓടി വന്ന് കുഞ്ചൂസിനെ വാങ്ങി. എന്തോ പാർവണയ്ക്ക് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. കയ്യിലെടുത്തതും കുഞ്ഞിനെ ഉമ്മ കൊണ്ട് മൂടി അവർ. ഓഫീസിലെ ഒരുവിധം സ്റ്റാഫുകളെല്ലാം തന്നെ എത്തിയിരുന്നു. എല്ലാവരും ധ്രുവ് സാറിൻ്റെ അമ്മയുടെ ചെയ്തി കണ്ട് ചെറുതായി പിറുപിറുത്തു. പാർവണയുടെ കണ്ണുകൾ മെല്ലെ ശ്രീയേട്ടനെ തിരഞ്ഞു. പക്ഷെ ധ്രുവ് മാത്രം അവിടെ ഇല്ലായിരുന്നു. മുഹൂർത്തമായിട്ടോ, പൂജകൾ ചെയ്തുകൊണ്ടിരുന്ന പൂജാരി കന്നഡയിൽ പറഞ്ഞു. വരനോട് വരാനും. മെല്ലെ സ്റ്റെപ്പിറങ്ങി വരുന്നുണ്ടായിരുന്നു ധ്രുവ്. ക്രീം കളർ കുർത്തയ്ക്ക് സ്വർണ്ണ കസവും കൊണ്ടുകൊടുത്ത് ഒരു രാജാവിനെ പോലെ. ചുണ്ടിൽ കുസൃതി ചിരിയുമായി. പാർവണയെ ഇടങ്ങണിട്ടൊന്ന് നോക്കി തല താഴ്ത്തി നിന്നു അവൾ. പുറത്തുനിന്ന് ഹരിയും അമ്മയും എത്തിച്ചേർന്നു. ഇരിക്കാൻ കൈകൊണ്ട് കാട്ടി. വരനിരിക്കാനുള്ള ഇരിപ്പിടത്തിൽ വന്നിരുന്നു. താലി പൂജിച്ച് നൽകി. വധുവിനെ വിളിക്കാൻ പറഞ്ഞു. സാരി ഒന്ന് പിടിച്ച് നേരെയാക്കി പാർവണയുടെ നേരെ നീണ്ട പുച്ചച്ചിരിയോടെ അവൾ ധ്രുവിനടുത്ത് ചെന്നിരുന്നു. താലി എടുത്തു കൊടുത്തു പൂജാരി. കൂടിയ ഹൃദയമെടുപ്പിൽ ആശ്വാസത്തിനായി കുഞ്ചൂസിനെ നോക്കി. അവൻ ദൂരെ ഗൗരിയമ്മയുടെ കയ്യിലാണ്. ജെനി അന്നമ്മച്ചേടത്തെയും കൂട്ടി ഹരിയോടും അമ്മയോടും ഒത്തുനിൽക്കുന്നു. ആരുമില്ലാതെ ഒറ്റക്കായ പോലെ തോന്നി പാർവിന്. കെട്ടിക്കോളൂ എന്ന് പൂജാരി പറഞ്ഞു. ഗായത്രിയും ധ്രുവും എണീറ്റു. ഗായത്രിയെ തള്ളിമാറ്റി പാർവണയുടെ കഴുത്തിൽ ധ്രുവ് താലി ചാർത്തി. അപ്രതീക്ഷിതമായതുകൊണ്ട് ചിലരൊഴികെ എല്ലാവരും പകച്ചു നോക്കി. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം ജെനിയുടെ അടുത്ത് നിന്ന് കേട്ട് ഹരി വേഗം അവളെ തോണ്ടി. എന്താ അത്? കുറവിട്ടതാ. പേടിപ്പിച്ചല്ലോ പെണ്ണെ നീ. ആരോ കാലിൽ ചവിട്ടിയതാ ഞാൻ കരുതിയേ. ഹരിയെ നോക്കി കൊഞ്ഞനം കുത്തി കയ്യിലിരുന്ന പൂവെറിഞ്ഞ് വധുവരന്മാരെ അനുഗ്രഹിച്ചു അവൾ. പാർവണ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാവാതെ ഒരു നിമിഷം നിന്നു. നിലത്ത് മിഴികളൂന്നി കടപ്പല്ലിൽ ഞെരിക്കുകയായിരുന്നു ഗായത്രി. ഒരു ഭ്രാന്തിയെ പോലെ അവൾ തലമുടി പിടിച്ചു വലിച്ചു. സംയമനം വീടെടുത്ത് ഓടിച്ചെന്നവൾ ധ്രുവിൻ്റെ കോളറിൽ പിടിച്ചു. ചതിക്കായിരുന്നൂലേ, നീ എന്നെ ചതിക്കായിരുന്നൂലേ. കാരണം പുകയുന്ന ഒരടിയായിരുന്നു മറുപടി. വീണുപോയി ഗായത്രി. അവിടെ നിന്ന് വീണ്ടും അവളെ പൊക്കിയെടുത്തു ധ്രുവ്. വീണ്ടും അടിച്ചു. അതേടി, നീ എന്നോടും എൻ്റെ ഈ പാവം പെണ്ണിനോടും ചെയ്തതിൻ്റെ ഒരംശം പോലും ആയില്ല. നിന്റെ അച്ഛൻ കാരണം എല്ലാം നഷ്ടപ്പെട്ട് ജയിലിലായി. അറിഞ്ഞിരുന്നില്ലടി. നിനക്കറിയോ എൻ്റെ അച്ഛൻ എങ്ങനെ മരിച്ചെന്ന്? പാർട്ട്ണറെ മുൻനിർത്തി ചതിച്ചത് ആത്മാർത്ഥ സുഹൃത്താണെന്നറിഞ്ഞ് ചങ്ക് പൊട്ടി. പുറത്തിറങ്ങിയപ്പോൾ ആദ്യം തിരക്കിയതാ ആരാ എൻ്റെ അച്ഛനെ ചതിച്ചതെന്ന്. അവൻ്റെ മകളെ കൂടെ കൂട്ടിയതും ഇതുപോലെ ഒരു നാൾ പകവീട്ടാൻ തന്നെയാടി. നീ കാരണം തന്നെയാ ഇവളും ഞാനും അകന്നതെന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ നിന്നെ കൊല്ലാൻ വന്നതാ ഞാൻ. പക്ഷെ എൻ്റെ മോൻ, ഇവൻ്റെ മുഖം അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചത്. പോടി. ഒന്നുമില്ലാത്ത നിന്റെ ചതിയൻ തന്തയുടെ അടുത്തേക്ക് ഊടുതുണിക്ക് മാറുതുണിയില്ലാതെ അലയുന്നുണ്ടാവും. കുറച്ചു മുമ്പ് അയാളുടെ എല്ലാം ആണുങ്ങൾ പിടിച്ചെടുത്തതാടി. നിർത്ത്. വല്ലാത്ത ശൗര്യത്തിലുള്ള ഗായത്രിയുടെ പറച്ചിൽ കേട്ട് എല്ലാവരും നിശബ്ദരായി. ഇവളുടെ കൂടെ നീ വാഴമെന്ന് കരുതണ്ട. വരും ഈ ഗായത്രി. ഓർത്തോ, കൊല്ലും ഞാനിവളെ. പാർവണയുടെ കഴുത്തിൽ ഗായത്രിയുടെ കൈകൾ അമർന്നു. ശ്വാസം കിട്ടാതെ പിടഞ്ഞു പോയവൾ. മാറടി എന്ന് പറഞ്ഞ് ഗായത്രിയെ പിടിച്ചു മാറ്റി ധ്രുവ്. ഇനി നീ ഇവളെ തൊടില്ല. ഇവൾ എൻ്റെ പെണ്ണ, ശ്രീധ്രുവ് മാധവിൻ്റെ പെണ്ണ്. ഇറങ്ങടി. അത് കേട്ട് ചാടിത്തുള്ളി കാറുമെടുത്ത് പോകുമ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല. കാലം അവൾക്കായി വിധി ആക്സിഡന്റിന്റെ രൂപത്തിൽ പുറത്തു നിർത്തിയ കാര്യം. ചെയ്തു കൂട്ടിയതിന്റെ ഫലമോ എന്തോ എതിരെ വന്ന ലോറി തട്ടി അവസാനിച്ചു ഗായത്രി എന്ന അധ്യായം. ക്ഷമിക്കാൻ പറ്റൂടി നിനക്ക് എന്നോട്? ഒരു കയ്യിൽ കുഞ്ചുസ്നേഹം എടുത്ത് മറു കൈയാൽ തന്നെ നെഞ്ചോരം അവളെ ചേർത്ത് നിർത്തി ധ്രുവ് ചോദിച്ചു. ആ നെഞ്ചിൽ മുഖം ചേർത്ത് കരയാനല്ലാതെ വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല ആ പാവം പെണ്ണിന്. ധ്രുവിൻ്റെയും മിഴികൾ നിറഞ്ഞൊഴുകി. ഒന്നുകൂടെ ചേർന്ന് നിന്നു അവർ 3 പേരായി. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എല്ലാം സഹിച്ച് വെറുത്തിരുന്നു എന്നെ. എനിക്ക് മാപ്പ് തരില്ലേടി നീ? വാ പൊത്തിയിരുന്നു പാർവണ. എന്തൊക്കെ സഹിച്ചിട്ടും ഒന്നു മാത്രം കൈവിട്ടിട്ടില്ല ശ്രീയേട്ട. ഏട്ടനോടുള്ള എൻ്റെ ഈ സ്നേഹം അത് മാറണമെങ്കിൽ ഞാൻ നിറഞ്ഞൊഴുകിയ മിഴിയിൽ ചുണ്ടമർത്തി ധ്രുവ്. ഹലോ, ഇനി പിന്നെ ഒരായുസ് മുന്നിലുണ്ട്. ഇപ്പോഴേ ഫുഡ് മുഖ്യം ബിഗിലെ. ജെനി വന്നതും അവർ ജാള്യതയോടെ അകന്നു മാറി. എല്ലാവരും സന്തോഷത്തോടെ അകത്തേക്ക് പോയി. ആഫ്റ്റർ 7 months. ഹരിയുടെ വീട്ടിലിരുന്ന് പച്ചമാങ്ങ തിന്നുന്ന ജെനിയുടെ അരികിലിരുന്ന് ഒരു കഷ്ണം വായിലിട്ട് പാറു. ഡി, 6 മാസമായിട്ടും മാങ്ങാക്കുതി തീർന്നില്ല. ഗർഭിണികൾ മാങ്ങ തിന്നുമെന്ന് പറഞ്ഞ് എൻ്റെ ആ കിഴങ്ങൻ ഭർത്താവ് കൊണ്ടുതരുന്നതാടി. പിന്നെ ഇതിൻ്റെ പുളി എനിക്കും ഇഷ്ടമാണ്.
അല്ല, പറഞ്ഞു പറഞ്ഞ് നീ ഇത് കുറെ കയറ്റി വിട്ടല്ലോ. കുഞ്ചൂസിന് വല്ല കമ്പനിയും റെഡിയായോ? അത് അത് കൺഫേം ആയില്ല, എന്നാലും ഞങ്ങൾ ഉറപ്പിച്ചു. ഹമ്പടി ജിഞ്ചിൻ ചാക്കടി. ഹരിയേട്ട കേട്ടോ, കുഞ്ചൂസിന് താഴെ ഒരാളൂടെ വരാൻ പോവാന്ന്. ചെലവുണ്ട് മോനെ ധ്രുവക്കുട്ടാ. ഹരി ധ്രുവിൻ്റെ കൈപിടിച്ച് പറഞ്ഞു. തീർച്ചയായും എൻ്റെ ബാംഗ്ലൂരുള്ള എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കാം. തിരിച്ചു പോകണം എൻ്റെ പെണ്ണിനെയും കൊണ്ട് അച്ഛനുറങ്ങുന്ന മണ്ണിലേക്ക്. അമ്മയുടെ മോഹം അത്. ഇടക്ക് വരും ട്ടോ. അന്നമ്മച്ചേടത്തി വെച്ച ഭക്ഷണം രുചിയോടെ കഴിച്ച് അവരിറങ്ങി. അവിടെ വീട്ടിൽ ഗൗരിയമ്മയും കുഞ്ചൂസും കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവർക്കായി. അതിൽ പിന്നെ പാറുവിൻ്റെ മിഴികൾ നിറഞ്ഞതേയില്ല. അവളുടെ ശ്രീയേട്ടൻ അതിനനുവദിച്ചതില്ല. കഥ ഇവിടെ തീരുന്നില്ല. അവർ പ്രണയിച്ചു കൊണ്ടേയിരുന്നു കാലങ്ങളോളം. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കൂടെ കൂടിക്കോട്ടോ. താങ്ക് യു.